ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേക്കറ്റിപ്സ് കുഞ്ഞാലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു, അതോടൊപ്പം തന്നെ സേഫായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നൊരു വിഭവം എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങും പൊട്ടുകടലയും കൊണ്ട് ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റിയുള്ള വടയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ നല്ല രുചിയുള്ളൊരു വിഭവമാണത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. പിന്നെ വേണ്ടത് പൊട്ടുകടലയാണ്. പൊട്ടുകടല ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തത്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വേവിച്ച് നന്നായിട്ട് ഉടച്ചും വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പൊട്ടുകടലയൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് അവിടെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം പൊട്ടുകടല ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ സവോള പൊടിയായിട്ട് അരിഞ്ഞാണ്. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക ഇതിലോട്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. അത് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് ഇത് കുഴഞ്ഞു കിട്ടും. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ചെറിയ ബോളായിട്ട് എടുക്കാം. അധികം വലുപ്പത്തിലുണ്ട്, ചെറിയൊരു ബോൾ മതിയാവും. ഇതൊരു നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് റൗണ്ട് ഷേപ്പിലായിട്ട് എടുക്കാം. റൗണ്ട് ഷേപ്പിലായിട്ട് എടുക്കാം. ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം റൗണ്ട് ഷേപ്പിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് എണ്ണ മതിയാവും, അധികം എണ്ണ ഉപയോഗിക്കേണ്ടതിന്. ഇങ്ങനെ വട്ടത്തിലുള്ള പാനാണെങ്കിൽ നല്ലതായിരിക്കും, നമുക്ക് എല്ലാം ഒരുമിച്ച് വയ്ക്കുകയും ചെയ്യാം, അധികം എണ്ണയും വേണ്ടി വരില്ല. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിത് ഓരോന്നായിട്ട് ഇതിലോട്ട് വച്ചു കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അതിൻ്റെ ഓരോ സൈഡ്. ഇനിയിപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിടാം. ഇപ്പം എണ്ണ ഇതിൽ കുറഞ്ഞു പോകാൻ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മതിയാവും. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും പൊട്ടുകടലയും കൊണ്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതോടൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഹെൽത്തിയാണ്, കാരണം നമ്മൾ അധികം എണ്ണ ഇതിന് ഉപയോഗിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങുണ്ട്, പൊട്ടുകടലയുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉണ്ടെങ്കിൽ താങ്ക് യു. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.